ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ദശകം 77. ഉപശ്ലോകോൽപ്പത്തി, ജരാസന്ധയുദ്ധം, മുചുകുന്ദമോക്ഷം. കഴിഞ്ഞൊരു ദശകത്തിൽ നമ്മൾ കണ്ടു, കുബ്ജയ്ക്ക് ഭഗവാൻ തൻ്റെ വീട്ടിൽ വരാമെന്ന് വാക്കുകൊടുത്തിരുന്നു. അതനുസരിച്ച് കുബ്ജ വീടലങ്കരിച്ച് കാത്തിരിക്കുകയാണ്. വാഗ്ദാനം പാലിക്കാനായി ഭഗവാൻ ഉദ്ധവനൊന്നിച്ച് അവളുടെ മനോഹരമായ വീട്ടിലേക്ക് പോയി. ഭഗവാൻ അടുത്തു വന്നപ്പോൾ മനോരഥമെല്ലാം സാധിച്ചവളും സന്തോഷവതിയുമായ അവളെ ഏകാന്തതയിൽ സന്തോഷത്തോടും സുഖത്തോടും കൂടുംവണ്ണം ഭഗവാൻ രമിപ്പിച്ചു. കുബ്ജയും ഒന്നിച്ച് രാത്രി കഴിച്ചുകൂട്ടിയ ഭഗവാൻ പ്രഭാതത്തിൽ പിരിയാൻ തുടങ്ങിയപ്പോൾ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. രാത്രികാലങ്ങളിൽ ഭഗവാനോടൊന്നിച്ച് രതിക്രീഡ നടത്തിയാൽ മതിയെന്ന് അറിവില്ലാത്ത അവൾ പറഞ്ഞു. ജ്ഞാനികളെ സായുജ്യം ആവശ്യപ്പെടുകയുള്ളൂ, സാമീപ്യം പോലും അവൾ വേണമെന്ന് പറഞ്ഞില്ല. അനന്തരം ഭക്തന്മാരുടെ ഇഷ്ടം നൽകുന്ന ഭഗവാൻ അവളുടെ ആഗ്രഹമനുസരിച്ച് ചില രാത്രികൾ അവളൊന്നിച്ച് അവളെ ആനന്ദിപ്പിച്ചു. അവൾക്ക് ഉപശ്ലോകൻ എന്ന പ്രസിദ്ധനായ ഒരു പുത്രനെ നൽകി. അവൻ നാരദനിൽ നിന്ന് വൈഷ്ണവതന്ത്രം പഠിച്ചു. പണ്ട് പ്രതിജ്ഞ ചെയ്തതനുസരിച്ച് അക്രൂരൻ്റെ ഗൃഹത്തിൽ ഉദ്ധവരും ബലരാമനുമൊത്ത് ഭഗവാൻ ചെന്നു. അക്രൂരൻ സന്തോഷത്തോടെ ഭഗവാനെ സൽക്കരിച്ചു വാഴ്ത്തി. പിന്നീട് ഹസ്തിനപുരത്തിൽ ധൃതരാഷ്ട്രരുടെയും കാട്ടിൽ നിന്നെത്തിയ പാണ്ഡവരെയും കുറിച്ച് അക്രൂരനെ വിട്ട് ഭഗവാൻ മനസ്സിലാക്കി. കംസൻ ജരാസന്ധൻ്റെ അടുത്ത ബന്ധുവും പുത്രിമാരായ അസ്ഥിയെയും പ്രാപ്തിയെയും വിവാഹം കഴിച്ചയാളുമാണ്. കംസവധത്താൽ വിധവകളായിത്തീർന്ന പുത്രിമാരുടെ ശോകത്തിൽ അത്യധികം കോപത്തിലാണയാൾ. 23 അക്ഷൗഹിണി സേനയോടുകൂടി മഥുരയെ ആക്രമിച്ചു. കൃഷ്ണനും ബലരാമനും ജരാസന്ധനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തി. ബലരാമൻ അയാളെ പിടിച്ചുകെട്ടുകയും ചെയ്തു. വീണ്ടും അവൻ യുദ്ധത്തിന് വരുമെന്നറിഞ്ഞ ഭഗവാൻ അവനെ മോചിപ്പിച്ചു. അഭിമാനിയായ അവൻ വീണ്ടും യുദ്ധത്തിന് വരുന്നത് കാണാൻ ഭഗവാന് കൗതുകമുണ്ടായിരുന്നു. യുദ്ധത്തിൽ തോറ്റ് ബന്ധനം വരെ അനുഭവിക്കേണ്ടി വന്ന അയാൾ ലജ്ജിതനായി തപസ് ചെയ്യാനൊരുങ്ങിയപ്പോൾ ക്ഷത്രിയർ യുദ്ധം ചെയ്യേണ്ടവരാണെന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് അങ്ങനെ 17 പ്രാവശ്യം കൃഷ്ണനോട് യുദ്ധം ചെയ്ത് പരാജിതനായി. 18ാമത്തെ തവണയും യുദ്ധത്തിന് വരുന്നുണ്ടെന്നറിഞ്ഞ ഭഗവാൻ 3 കോടി യവന സൈന്യത്തോടുകൂടി യവന രാജാവ് ആക്രമിക്കാൻ വരുന്നത് കണ്ട് വേഗം തന്നെ വിശ്വകർമാവിനെ കൊണ്ട് സമുദ്രമധ്യത്തിൽ ഒരു പുരം നിർമ്മിപ്പിച്ചു. ഭഗവാൻ യോഗമായകൊണ്ട് തൻ്റെ ബന്ധുക്കളെയെല്ലാം അങ്ങോട്ട് മാറ്റി. പത്മമാലാലങ്കൃതനായ ഭഗവാൻ ഭയന്നവനെ പോലെ ഓടാൻ തുടങ്ങിയപ്പോൾ യവനരാജാവ് പിന്നാലെ ഓടി. ഭഗവാൻ ഓടി പർവ്വതത്തിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ കയറി. പിന്നാലെ യവനരാജാവും ഭഗവാനെ തേടി ഗുഹയ്ക്കുള്ളിൽ കയറി അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന മുചുകുന്ദനെ ചവിട്ടുകയും മുചുകുന്ദൻ ഉണർന്നു നോക്കിയപ്പോൾ യവനൻ ചാമ്പലാവുകയും ചെയ്തു. ഇക്ഷ്വാകു വംശത്തിൽ മാന്ധാതാവിൻ്റെ പുത്രനായി ജനിച്ച മുചുകുന്ദന് രാജകീയ ജീവിതം ഇഷ്ടമല്ലായിരുന്നു. രാജധർമാനുഷ്ഠാനത്തിൽ വന്നുപോയിട്ടുള്ള അശുദ്ധി മാറ്റാൻ ലോകസംഗ്രഹാർത്ഥം തപസ് ചെയ്യാൻ ഭഗവാൻ ഉപദേശിച്ചു. ഭഗവാൻ മഥുരാപുരിയിൽ ചെന്ന് അവിടെയുണ്ടായിരുന്ന 3 കോടി യവനരാജാവിൻ്റെ സൈന്യത്തെയും കൊന്നൊടുക്കി. ദ്വാരകയിലേക്ക് മടങ്ങുമ്പോൾ പതിവ് പോലെ ജരാസന്ധൻ യുദ്ധത്തിനു വന്നു. അവസാന വിജയം അവനായിക്കോട്ടെ
എന്ന് കരുതി ഭഗവാൻ തിരിഞ്ഞോടി ദ്വാരകയിൽ ചെന്ന് താമസിച്ചു. ഈ ദശകം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 77 ഉപശ്ലോകോൽപത്തി ജരാസന്ധയുദ്ധം മുചുകുന്ദമോക്ഷം. ശ്ലോകം 1. സൈരന്ധ്ര്യാസ്തദനുചിരം സ്മരാതുരായ യാദോഭൂസുലളിതമുദ്ധവേന സാർദ്ധം ആവാസം ത്വദുപഗമോത്സവം സദൈവ ധ്യായന്ത്യാഃ പ്രതിദിനവാസസജ്ജികായാഃ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. സൈരന്ധ്ര്യാസ്തദനു ചിരം സ്മരാതുരായ യാദോഭൂ സലളിതം ഉദ്ധവേന സാർദ്ധം ആവാസം ത്വദ് ഉപഗമോത്സവം സദൈവ ധ്യായന്ത്യാഃ പ്രതിദിന വാസസജ്ജികായാഃ. അർത്ഥം: തദനു അനന്തരം, ചിരം വളരെ കാലമായിട്ട്, സ്മരാതുരായാഃ കാമവേദനയോടു കൂടിയവളും, സദാ എല്ലായ്പ്പോഴും, ത്വദുപഗമോത്സവം ഏവ അങ്ങയുടെ വരവു കൊണ്ടുണ്ടാകുന്ന ആനന്ദത്തെ തന്നെ, ധ്യായന്ത്യാ ധ്യാനിക്കുന്നവളും, പ്രതിദിനവാസസജ്ജികായാഃ എപ്പോഴും അലങ്കാരം ചെയ്ത് അങ്ങയുടെ വരവ് കാത്തിരിക്കുന്നവളുമായ, സൈരന്ധ്ര്യ സൈരന്ധ്രിയുടെ സുലളിതം വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ആവാസം വാസഗൃഹത്തിലേക്ക്, ഉദ്ധവേന സാർദ്ധം ഉദ്ധവനോടുകൂടി, യാത അഭൂ അങ്ങ് യാത്ര തിരിച്ചവനായി. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം, അതേപോലെ എങ്ങനെ ചൊല്ലാന്നും. സൈരന്ധ്ര്യാസ്തദനു, ന്ധ്ര്യ എന്നുള്ളത് നാഥ എന്നാണ്, അതിനാൽ അത് നല്ല ഊന്നി പറയണം. ചിരം സ്മരാതുരായ യാത അഭൂ, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സുലളിതം എന്നുള്ളതിന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ യാതോ ഭൂസുലളിതം ഉദ്ധവേന, അത് ചേർത്തിട്ടാണ് ലളിതമുദ്ധവേന. ഉദ്ധവേന എന്നുള്ളതിൻ്റെ ധ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. സാർത്ഥം, അവിടെയും ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ആവാസം ത്വദ് ഉപഗമോത്സവം സദൈവ ധ്യായന്ത്യാഃ, അവിടെ വിസർഗം ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രതിദിന വാസസജ്ജികായാഃ നീട്ടിയിട്ട് വിസർഗം സജ്ജികായ, 2 ജ എന്നാണ്, സഞ്ചി അങ്ങനെയൊന്നും ആവരുത്. വാസസജ്ജികായ മെല്ലെ നൂന്നി പറഞ്ഞാൽ മതി, ജ എന്നുള്ള 2 ജ എന്ന് ചേർന്നത്. സൈരന്ധ്ര്യാസ്തദനുചിരം സ്മരാതുരായ യാദോഭൂസുലളിതമുദ്ധവേന സാർദ്ധം ആവാസം ത്വദുപഗമോത്സവം സദൈവ ധ്യായന്ത്യാഃ പ്രതിദിനവാസസജ്ജികായാഃ. അടുത്തത് 2ാമത്തെ ശ്ലോകം. ഉപഗതേ ത്വയി പൂർണ്ണമനോരഥാം പ്രമദസംഭ്രമകം പ്രപയോധരാം വിവിധമാനനമാദധതീം മുദ രഹസി മാം രമയാഞ്ജകൃഷേ സുഖം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഉപഗതേ ത്വയി പൂർണ്ണ മനോരഥാം പ്രമദ സംഭ്രമ കംപ്ര പയോധരാം വിവിധ മാനനം ആദധതീം മുദാ രഹസി താം രമയാഞ്ജകൃഷേ സുഖം. അർത്ഥം: ത്വയി അങ്ങ്, ഉപഗതേ അടുത്തു വന്നപ്പോൾ, പൂർണ്ണ മനോരഥാം മനോരഥം പൂർണ്ണമായി തീർന്നവളും, പ്രമദ സംഭ്രമ കംപ്രപയോധരാം സന്തോഷ കൂടുതൽ കൊണ്ടുണ്ടായ സംഭ്രമം നിമിത്തം ഇളകുന്ന കുജങ്ങളോടു കൂടിയവളും, വിവിധ മാനനം പലതരം പൂജകളെ, ആദധതീം ചെയ്യുന്നവളുമായ, താം അവളെ, രഹസി ഏകാന്തതയിൽ, മുദ സന്തോഷത്തോടുകൂടി, സുഖം സുഖമായി, രമയാഞ്ജകൃഷേ അങ്ങ് രമിപ്പിച്ചു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം, എങ്ങനെ ചൊല്ലാന്നും. ഉപഗതേ ത്വയി
പൂർണ്ണ മനോരഥാം നീട്ടിയിട്ട് മുർക്കം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രമദ സംഭ്രമ കംപ്രപയോധരാം ചേർത്തിട്ട് പ്രമദ സംഭ്രമ കംപ്രപയോധരാം. ഭ്ര എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പയോധരാം എന്നുള്ളതിൻ്റെ ഥാന്നും ഊന്നി പറയാനുള്ളതാണ്. പയോധരാം നീട്ടിയിട്ട് മുർക്കം. വിവിധ മാനനം ആദധതീം അത് ചേർത്തിട്ടാണ് വിവിധ മാനനമാദധതീം. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് വിവിധ ഥ എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. അതേപോലെ ആദധതീം ആദ ദ എന്നുള്ളത് ദയലത്തെ, ഥ എന്നുള്ളത് ധനത്തിൻ്റെ തീം. ആദധതീം മുദ രഹസി മാം രമയാഞ്ച കൃഷേ. ഞ്ച എന്നുള്ളത് ഞാ ച എന്നാണ്. സുഖം ഖം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഉപഗതേ ത്വയി പൂർണ്ണ മനോരഥാം പ്രമദ സംഭ്രമ കംപ്രപയോധരാം വിവിധ മാനനമാദധതീം മുദ രഹസിതാം രമയാഞ്ച കൃഷേ സുഖം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.